ചെങ്കടൽ തീരമതിൽ തൻദാസൻ കേണതുപോ ചങ്കിനു നേരെ വരും വൻഭാരം നീങ്ങിപ്പോകും. നിന്മനമിളകാതെ നിന്മനം പതറാതെ നിന്നോടു കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 14-ാം അധ്യായം 29-30 വചനങ്ങൾ. പ്രവാചകന്മാർ 2-3 പേർ സംസാരിക്കുകയും മറ്റുള്ളവർ വിവേചിക്കുകയും ചെയ്യട്ടെ. ഇരിക്കുന്നവനായ മറ്റൊരുവന് വെളിപ്പാടുണ്ടായാലോ ഒന്നാമത്തവൻ മിണ്ടാതെ ഇരിക്കട്ടെ എന്നുള്ള ശ്രേഷ്ഠമായ വാക്യമാണ്. ഇവിടെ വിശുദ്ധ പൗലോസ് ഓർമ്മപ്പെടുത്തുന്നത് ഓരോരുത്തരും ദൈവം അവർക്ക് നൽകിയിട്ടുള്ള വെളിപ്പാടുകളും ദർശനങ്ങളും പ്രവചനങ്ങളുമൊക്കെ ജനത്തെ അറിയിപ്പാൻ വേണ്ടി സമയങ്ങൾ വേർതിരിച്ചെടുക്കുകയും ചന്തമായും ഉചിതമായും കേൾവിക്കാർക്ക് വളരെ കൃത്യമായ തലത്തിൽ കാര്യങ്ങൾ ഗ്രഹിക്കത്തക്ക തലത്തിൽ അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തുവാനും കഴിയുന്ന തലത്തിൽ ശുശ്രൂഷകൾ ചെയ്തെടുക്കേണ്ടതുണ്ട് എന്നുള്ള പ്രസ്താവനയാണ് ഈ വാക്യത്തിനുള്ളിൽ പൗലോസ് ഓർമ്മപ്പെടുത്തുന്നത്. പരിശുദ്ധാത്മാവ് ആളുകളുടെ ഹൃദയത്തിൽ വന്നു കഴിയുമ്പോൾ അവരെല്ലാവരും പ്രവചിക്കുകയും എല്ലാവരും അന്യഭാഷ പറയുകയും എല്ലാവരും പ്രസംഗിക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. എങ്കിലും പ്രവചനങ്ങളും ശുശ്രൂഷകളുമൊക്കെ അതിൻ്റെ സമയം വേർതിരിച്ച് കൃത്യമായ തലത്തിൽ പഠനത്തോടുകൂടി ജനത്തിന് കൈമാറേണ്ടതുണ്ട് എന്നുള്ളതാണ്. മാർത്തയെയും മറിയെയും സംബന്ധിച്ചു നോക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാൽക്കൽ വന്നിരുന്നു കൊണ്ട് ശാന്തമായി പഠിക്കുവാനുള്ള, കേൾക്കുവാനുള്ള, ആ നിലവാരത്തിൽ ജീവിപ്പാനായിട്ടുള്ള താല്പര്യങ്ങളും ഉത്സാഹങ്ങളും അവർക്കുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഗിരിപ്രഭാഷണത്തിൻ്റെ ഭാഗം നാം മത്തായി സുവിശേഷത്തിൽ നോക്കുമ്പോൾ അവിടെയും കർത്താവായ യേശുക്രിസ്തുവിങ്കൽ നിന്ന് കേൾക്കുവാനായിട്ട് ആളുകൾ തന്നുടെ സമീപത്തേക്ക് കടന്നു വരികയും ശാന്തമായി വചനത്തിൻ്റെ ആഴങ്ങൾ യേശു കർത്താവ് ബോധ്യപ്പെടുത്തി നൽകുന്നതും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. വീണ്ടും നാം നോക്കുകയാണെങ്കിൽ യേശു കർത്താവിൻ്റെ പല പ്രഭാഷണങ്ങളും കേട്ടിട്ട് വേണ്ടതുപോലെ ഗ്രഹിപ്പാൻ കഴിയാതെ വന്നിട്ടുള്ള ഭാഗങ്ങൾ ശിഷ്യന്മാരായ ആളുകൾ യേശു കർത്താവിൻ്റെ അരികിലേക്ക് കടന്നു ചെന്ന് താൻ പ്രസംഗിച്ചതിനെക്കുറിച്ച് ചോദിക്കുകയും അതിനെക്കുറിച്ച് വളരെ കൃത്യമായി ഗ്രഹിപ്പാനായിട്ട് അവർ ഉത്സാഹിക്കുകയും ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ കാണുന്നുണ്ട്. മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൽ വരുമ്പോൾ ലോകാവസാനത്തെയും കർത്താവിൻ്റെ വരവിനെയും സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങൾ അതേ നിലവാരത്തിൽ ചോദിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുകയാണ്. പൗലോസും ഇവിടെ ഉദ്ദേശിക്കുന്നത് അതുതന്നെയാണ്. ആർക്കും ഗ്രഹിപ്പാനും മനസ്സിലാക്കുവാനും കഴിയാത്ത തലത്തിൽ നിങ്ങൾ എല്ലാവരും കൂടി എന്തെങ്കിലുമൊക്കെ ചെയ്യുകയല്ല. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ സമയക്രമമനുസരിച്ച് അത് ചെയ്യണമെന്നും അത് കേൾവിക്കാർക്ക് കൂടുതൽ ആത്മീക വർധനവിന് കാരണമായി തീരണമെന്നുമുള്ള പദങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്ന തലത്തിലും പ്രയോജനപ്രദമായ തലത്തിലും
ശുശ്രൂഷകൾ ചെയ്തെടുപ്പാൻ കഴിയേണ്ടതിന് ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോകാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങളുടെ സമയത്തിനു വേണ്ടി വെയിറ്റ് ചെയ്യുവാനും ഞങ്ങൾക്ക് സമയം ലഭിക്കുമ്പോൾ അത് തക്കത്തിൽ ഉപയോഗിപ്പാനും അത് മറ്റുള്ളവർക്ക് അനുഗ്രഹവും നന്മയുമായി തീരുവാനും ഇടയാകേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്മ കൊണ്ട് നിറയ്ക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.